പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒക്കെ. കുലുവാവ ചാച്ചി കളിക്കുന്ന എടാ മറ്റേ ഇത് വേണ്ട. എടാ എന്റെ ക്യൂട്ട് ഹെയർ സ്റ്റൈൽ മറ്റേതാണ്. അത് ഇന്ന് രാവിലെ അതാ രസം നിനക്ക്. സീരിയസ് ആയിട്ട് അത് ഞാൻ വന്നതിന്റെ എന്റെ റിക്വസ്റ്റ് അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യുമല്ലോ. ചിലപ്പോൾ ആൾക്കാർ എന്നെ സ്റ്റൈൽ ചെയ്യണോ, മോളെ സ്റ്റൈൽ ചെയ്യണോ. ഞാൻ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ കുളിക്കുമ്പോ എങ്ങനെയാ വരുന്നത്? കുളിക്കുമ്പോ നിനക്ക് ബോട്ടോക്സ് അല്ലേ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെയൊക്കെ നിർക്കും. വേറൊരുണ്ട് ഒരു ഷോക്ക് അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. സെറ്റ് ചെയ്താ ഇത് അവര് ജസ്റ്റ് ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നത് സെലിബ്രിറ്റി ആയിപ്പോലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഫാൻസ് എല്ലാം സെലിബ്രേറ്റ് ജിസേൽ അന്ന് ആ സമയത്ത് ഞാൻ വിചാരിച്ചു അവളാ പോകുന്നേന്ന്. ആദില അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എനിക്ക് ഇവരെ അങ്ങനെ ബാക്ക് പോലും ചെയ്ത് കാണത്തില്ല. നിങ്ങൾ അവർക്ക് വിളിച്ചോ? ഞാൻ എല്ലാവരും കോണ്ടാക്ട് ഉണ്ട്. ഒരാളുടെ അടുത്ത് കണ്ടോ നേരിട്ട്? അതെ കണ്ടു. അല്ല ആരിനെ കണ്ടില്ല. അതിന് സമയമില്ല. അവനെന്തോ ഭയങ്കര ഇന്റർവ്യൂ ഭയങ്കര തിരക്കല്ല. ഫുൾ തിരക്കാണ്. ആണോ? എല്ലാവരും ഇറങ്ങാറെല്ലാം പിന്നെ അങ്ങ് തിരക്കാം. അവൻ പോകുന്ന ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇവിടുന്ന് ഓരോ ആൾക്കാർ പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഇവരോ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേറെ, ഞാൻ പ്രതീക്ഷിക്കുന്ന വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും. അല്ലാതെ എല്ലാരും അങ്ങനെ എന്നല്ലേ നിങ്ങൾ കാണുമ്പോ നിങ്ങക്ക് തോന്നിയില്ലേ? പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു കേട്ടോ. ആണോ? അവരൊക്കെ ചിലതൊക്കെ നേരത്തെ പോകണ്ടായിട്ടൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അവൻ പേരൊന്നുമില്ല. നിങ്ങൾ പോയതിനു ശേഷമുള്ളതാണോ? ചിലതൊക്കെ പോയതൊക്കെ ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ പ്രത്യേകിച്ച് ഒരു ചുമ്മാ ഇരിക്കുന്ന എന്റെ അമ്മയൊക്കെ വന്നിരുന്നു. അമ്മ ചേച്ചി അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അഭിലാഷ് പോയില്ല. അമ്മയ്ക്ക് അഭിലാഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചി ചേച്ചി അതാണ് എന്റെ ഫ്രണ്ട്. അത് ഫ്രണ്ടാണ്. ചേച്ചിയല്ലേ ആളുടെ വരുന്നത്? ആര്യ. ഫ്രണ്ടിന് ഒരു ആര്യ. മറ്റേത് ആതിരമാധവ് സിസ്റ്റർ അല്ല. എന്റെ ചേച്ചി ആക്കില്ല, അനുമോളാക്കില്ല. അപ്പൊ വന്നതാരാ? ഫ്രണ്ട്. അത് പ്രായം നോക്കണേ ചേച്ചി. എനിക്ക് ചേച്ചിയാണ്. അത് ചേച്ചി അല്ല, എന്റെ ഫ്രണ്ടാണ് അവള്. ആര്യ. മറ്റേത് ആതിരമാധവ്. ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ളത് ഈ ആതിരയും ആര്യയാണ്. ആണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഇവന് നല്ലൊരു വേറൊരു മുഖം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഏതാ? അതല്ല, അതന്നെ അതൊരു സ്വഭാവം തന്നെയാണല്ലോ. തമാശയൊന്നും അതൊക്കെ അവന്റെ അഭിനയമാണ്. അഭിനയം. പക്ഷെ അവനൊരു മോഹം ഉണ്ട്. അതുകൊണ്ട് അവൻ എന്തൊക്കെ കോപ്രായം കാണിച്ചാലും മുറുകി വന്നാലും ഇപ്പൊ എന്തൊക്കെ കോമഡി അടിച്ചു ഞാൻ അതിൽ വിടത്തുമില്ല. എനിക്കതൊന്നും കാണുമ്പോ ഒന്നും തോന്നാറ്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്റെ സംസാരിച്ചു അപ്പം പുള്ളി വന്നിങ്ങനെ സംസാരിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് നിന്റെ ആവശ്യമില്ല. തേക്കണം ഞാൻ തീരുമാനിച്ചു. നിന്റെ കാര്യം നോക്കാം. ആയിക്കോട്ടെ. അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ ഫ്രൈഡേയിലെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല തമാശ. അപ്പൊ ചിരിക്കുമായിരുന്നു ഷാനവാസ്കർ. എന്നിട്ട് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഒരു ആങ്ങളെയും പെങ്ങളൂട്ടി ഇറങ്ങിയിട്ടുണ്ട്, മനുഷ്യന് സൊയിലിൽ കളിയാക്കാറുണ്ട്. പിന്നെ കാറിനകത്ത് നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു, അവിടെ അങ്ങനെ തന്നെ. അവിടെ അക്ബറെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ആങ്ങളെയും പെങ്ങളും ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ ചിരിച്ച് പുള്ളിയും ചിരിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ്കയും പറയാറുണ്ട്, അക്ബറും കളിയാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടി ഇപ്പൊ ആള് കുറഞ്ഞു വന്നപ്പോ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ആയല്ലോ ഇവിടെ സംസാരിക്കാൻ. ഇവിടെ ഒരു ഓളം ഇല്ല. അപ്പം നമ്മളത് എൻജോയ് ചെയ്ത് കളിച്ചിരിച്ച് പോകുന്നുണ്ട്. പിന്നെ ഓൾറെഡി പുള്ളി ഡിവോഴ്സ് ആണെന്ന് അറിയാം. പുള്ളിയായിട്ട് നമ്മൾ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇനി ഒരു കല്യാണം കഴിക്കുന്നില്ലേ, ഇനി എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചു. പുള്ളിക്കൊന്നും താല്പര്യത്തിലാണ് പുള്ളി എന്നോട് സംസാരിച്ചിട്ടുള്ളതും ഇവിടെ പലയിടത്തും അങ്ങനെ നിന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനും പുള്ളി എപ്പോഴും വഴക്കോടിയാണ്. അതിന് മുന്നേ വരെ ഒരു തൈരിന്റെയും പാല് ഇതാവൂലേ, ചീഞ്ഞ് എന്തോ പേര് പറയും, പുളിച്ച് പോയ സമയത്ത് ഞാൻ തൈരെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഞാൻ രാത്രി അടുത്ത് ഈ കഥ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ അപ്പൊ എന്റെ അടുത്ത് കള്ളം പറയാന്നല്ലേ എന്ന് പറഞ്ഞു. ഭയങ്കര വഴക്കായിരുന്നു രാത്രി ഇടന്നിട്ട്. ഞാൻ കുറെ കൊടുത്തു, താൻ പോണോ നിന്റെ ജോലി വെക്കുന്നു പറഞ്ഞു. ദേഷ്യം വരും. അല്ല എന്തോ പോയ അവിടെ നിന്നിട്ട് ഞാനും അതിലെ തുടങ്ങുന്ന ബിസിനസ്
സാരി വിളിക്കുന്നുണ്ട്. നന്നായിരിക്കട്ടെ. സാരി തരാം. എന്റെ അടുത്ത് ബോധനം പറഞ്ഞ് ബിസിനസ് തുടങ്ങാം. സാരി ഞാൻ അവിടെ ബാലനപുരത്ത് നെയ്ത്ത് എടുക്കത്തില്ലേ, ആ സാരി വാങ്ങുള്ളൂ. അതൊന്നുമില്ല, നമ്മുടെ ബ്രാൻഡിന്റെ അങ്ങനെ ബ്രാൻഡ് ഒന്നുമില്ല. അനു ഞങ്ങളുടെ ഇതാവും. എന്ത് നിങ്ങൾ ആദ്യം വേറെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? അത് നീ ഇവിടെ ഒന്നും മാറിയില്ല. അപ്പൊ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ അത് മാറ്റുമോ? അല്ലേ, അതെന്തുള്ള സ്വഭാവം? ഒറ്റയ്ക്ക് ഫ്ലിപ്പായില്ലേ? ഇതൊക്കെയാണ് ബിസിനസ് തുടങ്ങുന്നത്, ഇങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നത്. നിങ്ങൾക്കൊക്കെ കുഞ്ഞു പിള്ളേരാണോ നിങ്ങളിതൊക്കെ? പിള്ളേരാ അവന് എവിടെ വെച്ചിട്ട്? ഞാൻ കുഞ്ഞ കണ്ടില്ലേ ക്യൂട്ട് എന്റെ ഫാൻസ് ഒക്കെ ഇത് ചേട്ടാ എന്താ ചെയ്യാ? ഞാൻ തന്നെ എല്ലാ ട്രോളി ഞാൻ ചോദിച്ചത് നമ്മുടെ ഒരു കോംബോ ഉണ്ടായിരുന്നില്ലേ, മറ്റേ ആ സ്കിറ്റ് പോലെയൊക്കെ, അതൊക്കെ നല്ല നന്നായിരുന്നോ? ഒത്തിരി അതൊക്കെ ഇട്ടല്ലേ? ആ നന്നായി. ഇനി എന്നെ ഞാൻ ആരെങ്കിലും കാണുന്നില്ല ബ്രോ ബിഗ് ഭയങ്കര ഫാൻ. ഞാൻ അവരോട് എന്ത് രണ്ടാഴ്ച ചപ്പാത്തി വരുത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല, നീ കുറച്ച് ദിവസം നിന്നെങ്കിലും കെട്ടിട സ്പേസ് ഉണ്ടാക്കിയെടുത്ത ഞാൻ അല്ലേ? എനിക്ക് സന്തോഷമായിരുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലടാ. കുറച്ചുനാളോട് നിൽക്കും.